ഗൈസ്, എനിക്കാണെങ്കിൽ 4 ഡേയ്സ് ലീവ് കിട്ടി. അപ്പോൾ നമ്മൾ ട്രിപ്പ് വരാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചിദംബരം വിലാസാണ് വന്നത് ഗൈസ്. ഇത് എവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ ചെട്ടിനാടാണ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് അകത്ത് പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് അവരുടെ സ്റ്റെയർസ്. കണ്ടോ, ഇതാണ് ആ ഹോട്ടലിന്റെ ഫുൾ പിക്ചറാണ് ഗൈസ് നേരത്തെ കാണിച്ചത്. ഇതാണ് അവന്റെ സിറ്റ് ഔട്ട്. അച്ഛനും മാളും വന്നു. അവർക്കൊരു ഹായ് പറയാം. അച്ഛൻ വേറെ ഒന്നുമില്ല കാണിക്കണത്, ഡോണാണ് കാണിക്കുന്നത് ഗൈസ്. എന്തെന്ന് വെച്ചാൽ ഒരു ഡോണ് സ്പെഷ്യലായിട്ട് ഉണ്ട്. അത് ഇതാണ് ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ദൈവമുണ്ട് ഗൈസ് എൻ്റെ അകത്ത്. പിന്നെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, പറയട്ടെ. ഇതിനാണെങ്കിൽ ഒറ്റ പീസ് ഒട്ടിച്ച് ചെയ്തതാണ് ഗൈസ്. ഇതാണെങ്കിൽ ഒറ്റ പീസ് ഒട്ടിയാണ് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്യാൻ 9 months എടുത്തു. അപ്പോൾ ഈ ഫുൾ വീട് ചെയ്യാൻ എത്ര months എടുത്തിരിക്കും? ഈ വീടിനൊരു സൂത്രമുണ്ട്, പറഞ്ഞാട്ടെ. ഈ വീടാണെങ്കിൽ ഇപ്പൊ ഒരു ഹോട്ടലാണ്, പക്ഷെ പണ്ട് ഇതൊരു വീടായിരുന്നു. അപ്പോൾ ഈ വീടിന്റെ ഓണറിന് കൊച്ചുമോൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ഇതൊരു മാജിക് വിൻഡോ ആണ് ഗൈസ്. അപ്പോൾ ആ മാജിക് വിൻഡോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതാണെങ്കിൽ രാവിലെ ആണെങ്കിൽ അത് കളർഫുൾ ആയിട്ടേക്കും, രാത്രിയാകുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇതാണ് അവരുടെ ആക്ടിവിറ്റി ടൈമിംഗ് ബോർഡ്. ഇതാണെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ടൈമിംഗ് എഴുതിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ സുന്ദരി അനിയത്തി അവിടെ ഇരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. എന്താണെന്ന് അറിയില്ല ഗൈസ്, എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും വുഡിലാണ് ചെയ്തത്, എന്നിട്ട് ഗോൾഡൻ കളർ പെയിന്റ് പോളിഷ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇത് നോക്കാം പീസ് ഓഫ് വുഡ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി എല്ലാം പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പോയി നോക്കാം. അപ്പോൾ ഈ ഡോറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഡോർ ഫുള്ളാണെങ്കിൽ 9 ലോക്സ് ഉണ്ട് ഗൈസ്. 9 ലോക്സ്. ഒരു പെട്ടെന്ന് കള്ളന് പോലും പെട്ടെന്ന് തുറന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ഇതാണ് അവരുടെ മെയിൻ എൻട്രൻസ്. ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ. ഇതാണ് ഒരു ബെഡ്റൂം. ഇതാണ് എൻട്രൻസ്. ഇതാണ് അവൻ്റെ ആർട്സ് റൂം. പിന്നെ ഇതാണ് അവരുടെ വാച്ച് ടവർ. ഇതാണ് അവരുടെ അനിയത്തിയും. പിന്നെ ഇതാണ് അവരുടെ ലെങ്ത്, ഹോട്ടലിലെ ലെങ്ത് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബുല്ലോക്കാട്ടിൽ വന്നു. അത് നല്ല എൻജോയിങ് ആയിരുന്നു ഗൈസ്. ആദ്യമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പേടിച്ചു ഗൈസ്. അപ്പോൾ അതാ കമ്പെടുത്ത് അടിക്കണുണ്ട് പുലിസിനെ. അതൊക്കെ നല്ല പാവമായിട്ടുണ്ട് ഗൈസ്. അയ്യോ അമ്മേ, ഞാൻ കഴിഞ്ഞു കുറച്ച്. അപ്പോൾ പേടിയായിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വരാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറേ വിൻമീൽസ് കണ്ടു. പിന്നെ ആണെങ്കിൽ കുറേ മൗണ്ടെയിൻസ് കണ്ടു. പിന്നെ ഷുഗർ കെയിൻസ്. പിന്നെ ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ട് ഗൈസ്. ആ മൗണ്ടെയിൻ്റെ പേര് യാനമലയാണ് ഗൈസ്. അതെന്തെന്ന് വെച്ചാൽ ഒരു യാനേനെ പോലെ ഇരിക്കണ ഒരു മലയായതുകൊണ്ടാണ് ഗൈസ്. യാന പോലെ ഇരിക്കും, പക്ഷെ അത് മലയാണ്. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് അടുത്ത വീഡിയോസ് കാണാം. ബൈ. Is Sidhu signing off.